രാധവേ, ഇന്ന് നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണല്ലേ? കിളികളുടെ ശബ്ദവും എല്ലാം ഉണ്ട്. അതുപോലെ മഴയൊന്ന് മാറി, ചെറിയ വെയിലൊക്കെ വന്നു തുടങ്ങി. അപ്പോഴേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തുവായിരുന്നു പഠിച്ചത്? നമ്മൾ വരവീണ മൃദുപാണി അതിന്റെ കല്യാണി എന്ന് പറഞ്ഞ ഭാഗം വരെ അർത്ഥം പഠിച്ചു. അപ്പൊ ഇന്ന് നമുക്ക് ബാക്കിയുള്ളതിലോട്ട് കടക്കാം. എന്താ രണ്ടാം ഭാഗം? അപ്പൊ നമ്മൾ വരവീണ മൃദുപാണി, വനരുഹലോചന റാണി, സുരുചിര ബംഭരവേണി, സുരനുത കല്യാണി. വളരെ ശ്രേഷ്ഠമായിട്ടുള്ള വീണ മൃദുവായിട്ട് അമർത്തുന്ന രീതിയിൽ കൈകൾ വെച്ചുകൊണ്ട് ഇരിക്കുന്നവളെ, വെള്ളത്തിൽ കിടക്കുന്ന താമര ഇതള് പോലെ കണ്ണുകളോട് കൂടിയവളെ, റാണി അല്ലയോ? രാജ്ഞി. പിന്നെ സുരുചിര ഭംഭര വേണി എന്ന് വെച്ചാൽ വണ്ടുകളെ പോലെ മുടിയുള്ളവളെ, അഴകുള്ള അല്ലയോ, കാണാൻ ഭംഗിയുള്ള മുടിയോടുകൂടിയവളെ. വണ്ടുകളിങ്ങനെ അടുങ്ങിയിരിക്കുകയാണോ എന്ന് തോന്നിക്കുമാറ് ഭംഗിയുള്ള മുടിയോട് കൂടിയവളെ. സുരനുത കല്യാണി. സുരന്മാര് എന്ന് വെച്ചാൽ നല്ലവരാൽ പുകഴ്ത്തപ്പെടുന്ന അല്ലയോ കല്യാണി അല്ലയോ, മംഗളം തരുന്നവളെ. മനസ്സിലാക്കുന്നുണ്ടോ? എല്ലായ്പ്പോഴും എല്ലാവർക്കും നല്ലത് അല്ലെങ്കിൽ തരുന്നവളെ, അല്ലെങ്കിൽ സന്തോഷം തരുന്നവളെ. അതാണ് അതിൻ്റെ കഴിഞ്ഞ ഭാഗത്തിൻ്റെ ഏകദേശം അതിൻ്റെ അർത്ഥം ഇല്ലയോ? ഇന്ന് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. നിരുപമ ശുഭഗുണലോല, നിരത ജയപ്രദ ശീല, വരദപ്രിയ രംഗനായകി, വാഞ്ചിത ഫലദായകി, സരസിജാസന ജനനി, ജയ 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 വാണി. അപ്പോൾ നിരുപമ ശുഭഗുണ ലോല. ചിലർ ലോലയെന്നും പറയുന്നുണ്ട് കേട്ടോ. അത് മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, പാഠാന്തരം എന്ന് പറയുന്ന സംഭവത്തെ കുറിച്ച്. അപ്പം നിരുപമം, ഉപമയെന്ന് പറഞ്ഞാൽ എന്തുവാ? ഉപമിക്കുക, അതുപോലാണെന്ന് പറയുക. ചന്ദ്രനെ പോലെ മുഖമുള്ളവളെ. നിൻമുഖം എന്ന് പറഞ്ഞാൽ നിന്റെ മുഖം എങ്ങനെ ഇരിക്കുന്നു? ചന്ദ്രനെ പോലെ ഇരിക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ ഇവിടെ എന്താണ്? നിരുപമമാണ്, ഉപമിക്കാനേ പറ്റത്തില്ല. പറ്റത്തില്ല, അങ്ങനെ പറ്റാത്ത. ശുഭം എന്ന് വെച്ചാൽ എന്താ? നല്ലത്, ശോഭയുള്ളത്, പൂജിക്കപ്പെടാവുന്ന രീതിയിലുള്ളത്. മനസ്സിലായോ? ഗുണങ്ങൾ, ഗുണം എന്ന് വെച്ചാൽ എന്തുവാ? എല്ലാ ഗുണങ്ങളും ഉള്ള. ഗുണം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പ്രത്യേകത ആകർഷിക്കുക എന്നുള്ളതാണ്. ആകർഷിക്കുക, ആകർഷണ ശക്തിയാണെന്ന് പറയുന്നത് ഗുണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോൾ പൂവിനെ കണ്ടു. അപ്പോൾ നമ്മൾ എന്ത് പ്രത്യേകത ഉണ്ട് അതിന്? അതിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ അതിൻ്റെ നിറം, അതെ, അങ്ങനെയുള്ള അതിൻ്റെ പലതരത്തിലുള്ള ഭംഗി കൊണ്ടാണ് നമ്മൾ ആകർഷിക്കുന്നത്. അതെ അതെ അതെ. പിന്നീട് നമ്മൾ ഇഞ്ചി കഴിക്കുന്നു. ഇഞ്ചി കടിക്കുമ്പോൾ എന്താ ഒരു പിന്നെ ഗുണം അതിനകത്ത് വരുന്നത്? ശരിയാ. അപ്പം ഇഞ്ചി കടിച്ചു കഴിഞ്ഞാൽ നല്ല എരിവുള്ളതാണല്ലയോ, അതാണ് അതിന്റെ ഗുണം. മനസ്സിലാവുന്നുണ്ടോ? അത് നമ്മളെ ആകർഷിക്കും. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതൊരു. അപ്പോൾ ഇനി അടുത്തത് അതുപോലെ തന്നെ പഞ്ചസാര കഴിക്കുന്നു. പഞ്ചസാര കഴിച്ചാലോ മധുരം. തേൻ കഴിച്ചാലോ മധുരം. പഞ്ചസാര കഴിക്കുന്നതാണോ തേൻ കഴിക്കുന്നതാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? തേൻ. എന്താ കാര്യം? അതിങ്ങനെ അതെ, അതിന്റെ ടേസ്റ്റ്, ഒരുപാട് ടേസ്റ്റ് ഉള്ളതാണ് തേൻ. പക്ഷെ കണ്ടോ? അപ്പോൾ അങ്ങനെയുള്ള നമ്മളെ അങ്ങോട്ട് പിടിച്ചു വലിക്കും. അതെ അതെ, പിടിച്ചു വലിക്കും അല്ലയോ? പിന്നെ നമ്മൾ ചില ജീവികളെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇതാണ്. എന്താ? ഇപ്പം നമുക്ക് പിന്നെ ഒരു തത്തയെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ തത്ത കൊള്ളാമല്ലോ, അതിൻ്റെ കളറൊക്കെ കണ്ടിട്ട് നമുക്ക് അതിനെ പിടിച്ച് കൂട്ടിലിടണമെന്നും നമ്മളോടൊപ്പം അതിനൊക്കെ ഇനത്തിലുള്ള പട്ടികൾ, വലിയ വലിയ ഇനത്തിലുള്ള പട്ടികളെ കാണുമ്പോഴത്തേക്ക് നമുക്കൊരു ഇത് തോന്നും. പക്ഷേ നമുക്കൊരു പാമ്പ് ഇങ്ങോട്ട് വരുമ്പോൾ പാമ്പ് കാണാനൊക്കെ രസമുള്ളതാണ്. പക്ഷെ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം കൊണ്ട് നമ്മൾ ഓടും. എന്താ കാര്യം? പേടിച്ചോടും. കണ്ടോ?
അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഗുണങ്ങളുണ്ട്. ആകർഷണ ശേഷിയുള്ള സംഗതികൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അപ്പോൾ ആകർഷിക്കാൻ ശേഷിയുള്ള, നമ്മുടെ അങ്ങോട്ട് പിടിച്ചു വലിക്കാൻ ശേഷിയുള്ളതിന് ആ ഒരു സ്വഭാവത്തെയാണ് പറയുന്നത് ഗുണം എന്ന് പറയുന്നത്. നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാ, ആ കുട്ടിക്ക് എല്ലാ ഗുണങ്ങളും ആ കുട്ടിക്ക് പിന്നെ നന്നായിട്ട് എല്ലായ്പ്പോഴും കൃത്യമായി പഠിക്കുകയും കൃത്യമായ ഹോംവർക്ക് ചെയ്യുകയും കൃത്യമായി കാണാതെ പഠിക്കുകയും ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ആ കുട്ടി നന്നായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ആ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ മാർക്കും കിട്ടും. ശരിയാണ്. അപ്പോൾ അങ്ങനെ അത് ആ കുട്ടിയുടെ എന്താണ്, സ്വഭാവമാണ്, ഗുണമാണ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്, നിരുപമ ശുഭഗുണ ലോല. ലോല എന്ന് വെച്ചാൽ ശീലമുള്ളവൾ. അതാണ് അവരാണ് ശീലം. ഇഞ്ചിയുടെ ശീലം എന്തുവാ, നല്ല എരിവുണ്ടാക്കുക എന്നുള്ളതാ. മധുരം ഉണ്ടാക്കുക എന്നുള്ളതാ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതതിന്റെ ശീലമാണ്. ഇപ്പൊ ഇഞ്ചി മധുരിക്കണമെന്ന് പറഞ്ഞാൽ പറ്റുമോ? പഞ്ചസാര കഴിക്കണമെന്ന് പറഞ്ഞാൽ പറ്റുമോ? പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെ കയ്പ് പാവയ്ക്കാണെങ്കിൽ മധുരം പഞ്ചസാര, അത് അതിന്റെ ശീലമാണ്, അതിന്റെ സ്വഭാവമാണ്, ഗുണമാണ്. മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ അപ്പൊ ഒരാള് പാട്ട് പാടുന്നല്ലോ. അതെ. പക്ഷെ പാട്ട് പാടാൻ മറ്റൊരാൾക്ക് കഴിയത്തില്ലെങ്കിലും അയാൾ നല്ലോണം ഡാൻസ് ചെയ്യും. അതെ അതെ അതെ. ചിലപ്പോൾ നല്ലോണം ഈ പാട്ട് പാടാത്ത പലരും പാട്ട് നന്നായിട്ട് ആസ്വദിക്കുന്നവരുണ്ട്. നന്നായിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ആളുടെ തെറ്റുകളൊക്കെ കണ്ടുപിടിക്കും. ശ്രമിക്കുന്നവരുണ്ട്, പാട്ട് പാടാനായിട്ട് ശ്രമിക്കുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ അവരുടെ സ്വഭാവങ്ങളാണ്, അവരുടെ ഗുണങ്ങളാണ്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്, നിരുപമ ശുഭഗുണ ലോല എന്ന് വെച്ചാൽ എന്താ, ഉപമിക്കാൻ കഴിയാത്തവളെ, എല്ലാവിധത്തിലുമുള്ള ശോഭയാർന്ന ഗുണങ്ങളോട് ഗുണങ്ങൾ ശീലമാക്കിയവളെ. മനസ്സിലാവുന്നുണ്ടോ എന്നാണ് എൻ്റെ അർത്ഥം. മനസ്സിലായോ? ഇനി അടുത്തത് എന്താണ്, നിരത ജയപ്രദശീല. നിരതം എന്ന് വെച്ചാൽ എന്തെന്നറിയോ, അർത്ഥം എന്നറിയോ? താല്പര്യം. മനസ്സിലായോ? നിരതം, വ്യാപൃതനായിട്ടുള്ള ആൾ, താല്പര്യമുള്ള ആൾ, തൽപരനായിട്ടുള്ള ആളെന്നൊക്കെ പറയും. നിരത ജയ. ജയം എന്ന് വെച്ചാൽ അർത്ഥം എന്തുവാ? വിജയിക്കുമ്പോൾ നമ്മൾ എവിടാ ചെല്ലുന്നത്? ഒന്നാമത് ഏറ്റവും മേളിൽ ചെല്ലും. ശരിയല്ലയോ? അപ്പോൾ മുകളിലേക്ക് ഉയർത്തി വിടുകയാണ് ചെയ്യുന്നത് ജയം. ജയം എന്ന് പറയുന്നത് ഉയർത്തലിനെയാണ് പറയുന്നത് ജയം, ഇല്ലയോ? അപ്പോൾ എപ്പോഴും നമ്മൾ ഏത് ശീലമുള്ളവരായിരിക്കണം? ഒന്നാമത് നിൽക്കാനുള്ള ഗുണമുള്ളവരായിരിക്കണം. മനസ്സിലായോ? അതോ പിന്നെ ബാക്ക് ബെഞ്ച് ഇരിക്കുവാന്നോ? അല്ല, ഒന്നാമത്തെ ബെഞ്ചിൽ നമ്മൾ ഇരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിരത ജയ പ്രദ എന്ന് വെച്ചാൽ എന്തുവാ? ദാനം ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ വേണ്ടതുപോലെ വേണ്ട സമയത്ത് തരുന്നവളെ. എന്തോ നിരത ജയ പ്രദ ശീല. ശീല എന്നുള്ളതിൻ്റെ അർത്ഥം മുമ്പ് പറഞ്ഞു, ശീലമുള്ളവൾ, സ്വഭാവമുള്ളവൾ. അപ്പോൾ എല്ലായ്പ്പോഴും നമ്മളെ എവിടെ കൊണ്ട് എത്തിക്കും ദേവി? ഒന്നാമത്. അങ്ങനെ എല്ലാവരെയും എത്തിക്കുവാൻ താല്പര്യമുള്ളവളെ. താല്പര്യം വേണം. ഇപ്പോൾ പിന്നെ യാദവ് പിന്നെ നമ്മുടെ കലോത്സവത്തിൽ, ശാസ്ത്രീയ സംഗീതത്തിൽ 1ാം സ്ഥാനം കൈവരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ പഠിപ്പിച്ചെങ്കിൽ മാത്രമേ യാദവിന് 1ാം സ്ഥാനത്ത് എത്താൻ പറ്റൂ. വിശേഷിച്ച് ഞാൻ എങ്ങനെയെങ്കിലും അങ്ങ് പഠിച്ചോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ പഠിപ്പിക്കുകയാണെങ്കിലോ യാദവിന് ഒരു കാരണവശാലും അങ്ങനെ എത്താൻ പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ താല്പര്യം വേണം. ആരാണ്? നമ്മളെ പഠിപ്പിക്കുന്നവരായാലും ശരി തന്നെ, നമ്മൾ പ്രാർത്ഥിക്കുന്ന ആളായാലും ശരി തന്നെ, അവർക്ക് നമ്മളോട് എന്ത് വേണം? താല്പര്യം വേണം. എന്താ? ഈ ആള് നമ്മളോട് പ്രാർത്ഥിക്കുന്ന ആള് അല്ലെങ്കിൽ നമ്മുടെ ശിഷ്യൻ എവിടെ എത്തണം? ഒന്നാമതെത്തണമെന്ന് താല്പര്യം ഉണ്ടായിരിക്കണം. മനസ്സിലായോ? അങ്ങനെ ഉള്ള ശീലം ഉള്ള ആളാണ് ആര്? ദേവി. മനസ്സിലായോ? ഇനി അടുത്ത അർത്ഥം എന്താ? വരദ. വരം എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞായിരുന്നു മുമ്പേ. അപ്പം വരദം എന്ന് വെച്ചാൽ വരദ, ശ്രേഷ്ഠമായതിനെ ദാനം ചെയ്യുന്നവൾ. മനസ്സിലായോ? വരത്തെ ശ്രേഷ്ഠമായതിനെ തരുന്നവളെ. പ്രിയ. എന്താ? വരം തരുന്നത് സന്തോഷത്തോടു കൂടിയാണ്, നന്നാവണമെന്ന് പറഞ്ഞാണ്. അപ്പോൾ ഈ യാദവ് 1ാം സ്ഥാനത്ത് എത്തണം എന്നുള്ള എൻ്റെ ആഗ്രഹം എന്താണ്? ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങനെ പഠിപ്പിക്കണം. മനസ്സിലായോ? അതിൽ പ്രിയമുള്ളവനായിരിക്കണം, അതിലെന്തുള്ളവനായിരിക്കണം? സന്തോഷമുണ്ട്. യാദവ് 1ാമത് എത്തുമ്പോൾ സന്തോഷിക്കുന്ന മനസ്സാണ് എൻ്റെതെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നത് അതുപോലെ ആയിരിക്കും. മനസ്സിലായോ? അല്ലാത്ത ഒരാളെ പഠിപ്പിച്ചാലോ
ഒന്നും മനസ്സിലാവത്തില്ല, ഒന്നും നമുക്ക് നേടാനും പറ്റത്തില്ല. കണ്ടോ? അപ്പൊ ദേവി എങ്ങനെയുള്ള ആളാണ്? വരദപ്രിയയാണ്. നമ്മൾ ഒന്നാമത് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഒന്നാമത് എത്താനായിട്ട് നമുക്ക് വേണ്ടത് സന്തോഷത്തോടെ തരുന്നവളാണ്. മനസ്സിലായോ? ഞാൻ ഒരിക്കലും നീ നന്നാവത്തില്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾക്ക് ഒരു 10 രൂപ കൊടുക്കുക. മനസ്സിലായോ? എന്തെങ്കിലും ഗുണമുണ്ടോ? എന്നാൽ നമ്മൾ 1 രൂപ എടുത്ത് കൊടുക്കുക. ഇവിടെ നീ എന്തെങ്കിലും എനിക്ക് ഇത്രയേ തരാൻ പറ്റത്തുള്ളൂ, നീ 1 രൂപ കൊണ്ട് എന്തെങ്കിലും നിന്നെ കൊണ്ട് എന്തെങ്കിലും നിനക്ക് സഹായമാവുന്നെങ്കിൽ ആവശ്യട്ടെ, ഇത് കൊണ്ടുവയ്ക്കൂ എന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി കൊടുക്കുമ്പോൾ ചിലപ്പോൾ ആ 1 രൂപ കൊണ്ട് 1 കോടിയാക്കാം. അങ്ങനെ ഒരു സംഭവം നമ്മുടെ ഒരു വളരെ പ്രസിദ്ധനായ ഒരു സംഗീതജ്ഞനുണ്ട്. മനസ്സിലായോ? അത് മറ്റാരുമല്ല, നെയ്യാറ്റിൻകര വാസുദേവൻ എന്ന് പറഞ്ഞൊരു മഹാനായ സംഗീതജ്ഞൻ നമ്മുടെ മലയാളത്തിനുണ്ട്. നമ്മുടെ കേരളീയനായിട്ടുള്ള മഹാനായ വലിയ ഒരു സംഗീതജ്ഞനാണ് ആര്? നെയ്യാറ്റിൻകര വാസുദേവൻ സാറ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കച്ചേരി കേട്ടതിന് ശേഷം ഏറ്റവും വലിയ സംഗീത വിദ്വാനാണ് ആര്? ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവം നടക്കുന്നത്. അപ്പോൾ അത്രയ്ക്ക് ശ്രേഷ്ഠനായ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ഇദ്ദേഹത്തിൻ്റെ കച്ചേരിയൊക്കെ കേട്ടതിന് ശേഷം അദ്ദേഹം ആ കാലത്താണ് വളരെ അന്നത്തെ 1 രൂപ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഏതാണ്ട് 10,000 അങ്ങനെ വരും. മനസ്സിലായോ? അപ്പോൾ അദ്ദേഹം 1 രൂപ എടുത്തു കൊടുത്തിട്ട് വാസുദേവൻ സാറിനോട് പറഞ്ഞു, ഇത് വെച്ചോളൂ, ഇതുകൊണ്ട് കോടികൾ സമ്പാദിക്കാം എന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പോൾ ആ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ എങ്ങനെയാണ് വാസുദേവൻ സാറിന് കൊടുത്തത്? വളരെ സന്തോഷത്തോടുകൂടി ഇദ്ദേഹം നിറഞ്ഞ മനസ്സോടുകൂടി ഇദ്ദേഹം ഉയരങ്ങളിൽ എത്തണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ആര് കൊടുത്തത്? ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ. അങ്ങനെ വേണം എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും വിദ്യയായാലും പൈസയായാലും എന്ത് തന്നെ, ആഹാരമായാലും എന്തും. മനസ്സിലാവുന്നുണ്ടോ? ഒരിക്കലും നമ്മൾ മനസ്സന്തോഷം ഇല്ലാതെ ഒരു കാര്യങ്ങളും ആർക്കും ദാനം ചെയ്യരുത്. ഇനി അടുത്ത വരിയുടെ അർത്ഥം വാഞ്ചിത ഫലദായകി. വാഞ്ചിത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ഛ എന്നാണ്, ആഗ്രഹം. മനസ്സിലായോ? എന്ന് വെച്ചാൽ നമ്മളല്ലേ ആഗ്രഹിക്കുന്നത്, എനിക്ക് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, പക്ഷേ ഞാൻ ഒരു പേനയും കൊണ്ട് വന്നിട്ടുണ്ട്, കൈ തരണം, നാളെ എനിക്ക് ഫസ്റ്റ് കിട്ടണം എന്നൊക്കെ അപേക്ഷയായിട്ട് നമ്മളെ കൊണ്ട് ചെല്ലുന്നത് നമ്മുടെ ആഗ്രഹമാണ്, വാഞ്ചകളാണ്, അല്ലയോ? അപ്പം സംഗതി എങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും വിചാരിക്കും പാവപ്പെട്ടവൻ ജയിച്ചോട്ടെ എന്നെങ്കിലും വിചാരിക്കും ദേവി. അപ്പോൾ അങ്ങനെ വാഞ്ചിത എന്ന് വെച്ചാൽ ആശിക്കുന്നത്, ആശിക്കുന്നത്. വാഞ്ചിത എന്ന് വെച്ചാൽ ആശിക്കുന്നത്. മനസ്സിലായോ? നമ്മൾ ആഗ്രഹിക്കുന്നത്. ഫലം എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ കാര്യം. എന്ത് കാര്യമാണ് പറഞ്ഞത്? പരീക്ഷ ജയിക്കണമെന്നുള്ള കാര്യം പറഞ്ഞത്. മനസ്സിലായോ? അതാണ് നമ്മുടെ ആവശ്യം. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന ആവശ്യങ്ങൾ എന്താ? കാര്യങ്ങളെ ഫലദായകി, തരുന്നവളെ, ദാനം ചെയ്യുന്നവളെ. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സഫലമാക്കി തരുന്നവളെ എന്ന്. ഇനി അടുത്തത് സരസിജ ആസന ജനനി. സരസിജാസന ജനനി. സരസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെയൊക്കെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഈ പ്രദേശത്തൊക്കെ ധാരാളം കൊച്ചു കൊച്ചു തടാകങ്ങളുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ നോക്കിയാൽ തന്നെ നമ്മുടെ അപ്പുറത്ത് കണ്ടില്ലേ പുഞ്ച വയൽ, ആ വയൽ മുഴുവൻ നിറഞ്ഞ് വെള്ളം കിടക്കുകയാണ്. അവിടെ ആമ്പലൊക്കെ ഇങ്ങനെ പിടിച്ച് വളരെ ഭംഗിയായിട്ടാണ് കിടക്കുന്നത്. മീനുകൾ, ആമ്പല്, മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ മനോഹരങ്ങളായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു തടാകങ്ങൾ. അതിനെ പണ്ട് പറയുന്ന പേര് പൊയ്ക എന്നാണ്. പൊയ്കയിൽ വീട് എന്നൊക്കെ തന്നെ പേരുകളുണ്ട്. ഈ പൊയ്കയുടെ അടുത്ത് വീടുള്ള ആൾക്കാർ പൊയ്ക, മനസ്സിലാവുന്നുണ്ടോ? തടാകങ്ങൾ, അങ്ങനെ കൊച്ചു കൊച്ചു വെള്ളം കിടക്കുന്ന സ്ഥലങ്ങൾ. അവിടെയൊക്കെ എന്തുണ്ടാവും? താമര ഉണ്ടാവും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ സരസിജിൽ ഉണ്ടാകുന്നത് അതാണ്. എന്ന് വെച്ചാൽ ജനിക്കുന്നത്. അങ്ങനെ ഒരു സംഗതി നമുക്കുണ്ടല്ലോ. പിന്നെ ഈ മേളക്കർത്ത രാഗങ്ങൾ ഇല്ലയോ? മറ്റു രാഗങ്ങളെ ജനിപ്പിക്കുന്ന ജനക രാഗങ്ങൾ ഇല്ലയോ? അങ്ങനെ പറയാറുണ്ട്, ജനിപ്പിക്കുന്ന രാഗങ്ങൾ. അപ്പോൾ സരസിൽ ജനിക്കുന്ന, സരസിജത്തിലല്ല സരസിൽ ജനിക്കുന്നത് അതാണ് താമര. ആസനം എന്ന് വെച്ചാൽ എന്തുവാ? ഇരിപ്പിടം. മനസ്സിലായോ? ഇരിപ്പിടമാക്കിയവൻ ആരാണ്? താമര. ഇത് താമരയ്ക്ക് മുകളിൽ ഇരിക്കുന്ന ആരാണ്? ബ്രഹ്മാവ്. മനസ്സിലാവുന്നുണ്ടോ? ബ്രഹ്മാവിൻ്റെ ജനനി.
അമ്മേ. ആ മനസ്സിലാവുന്നുണ്ടോ? ഭരതപ്രിയ കഴിഞ്ഞിട്ട് നമ്മൾ രംഗനായകി പറഞ്ഞായിരുന്നു. ആ ഭരതപ്രിയ എന്ന് വെച്ചാൽ എന്താ സംഭവം? സന്തോഷത്തെ സന്തോഷപൂർവ്വം നമുക്ക് ശ്രേഷ്ഠമായ കാര്യങ്ങൾ തരുന്നവളെ. രംഗനായകി, രംഗനായകൻ എന്ന് വെച്ചാൽ വിഷ്ണു എന്നാണ് അർത്ഥം. അപ്പോൾ വിഷ്ണുവിൻ്റെ നായകി എന്ന് വെച്ചാൽ ഭാര്യയെ. അപ്പോൾ ലക്ഷ്മി, മനസ്സിലാവുന്നുണ്ടോ? ലക്ഷ്മി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം പിന്നീട് വന്നതാണ് വാഞ്ചിത ഫലദായകി എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന, നമുക്ക് ആവശ്യമുള്ള, ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ തരുന്നവളെ, ആഗ്രഹങ്ങൾ നിവർത്തിച്ചു തരുന്നവളെ. ഇനി അടുത്തതാണ് സരസിജാസന ജനനി. സരസിജം ഇരിപ്പിടമാക്കിക്കൊണ്ടിരിക്കുന്നവൻ്റെ അമ്മേ എന്ന്, താമരപ്പൂവിൽ ഇരിക്കുന്ന ആളുടെ അമ്മ എന്ന് വെച്ചാൽ ബ്രഹ്മാവിൻ്റെ അമ്മേ. പിന്നീട് എന്താണ്? ജയ 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 വാണി, ജയിക്കട്ടെ 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 ദേവി. അതാ പിന്നെ അങ്ങ് ആ ദേവിയുടെ നാമം എല്ലായ്പ്പോഴും ജയിക്കട്ടെ. ഇത്രയാണ് ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഗീതത്തിൻ്റെ അർത്ഥം. കുഞ്ഞു ഗീതത്തിനകത്ത് ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പം വളരെ മനോഹരമായിട്ട് ഈ ഗീതത്തിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലായെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമുക്ക് പിന്നെ ഇനി ഈ ഗീതവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ സാഹിത്യത്തിന് തന്നെ ഇനിയും ഒരുപാട് പ്രത്യേകതയുണ്ട്. ഇപ്പം നമ്മൾ സാമാന്യമായിട്ട് അർത്ഥം പറഞ്ഞങ്ങ് പോയെന്നുള്ളേ ഉള്ളൂ. പക്ഷേ ഈ അർത്ഥം കഴിഞ്ഞതിന് ശേഷം ഇതിൽ സാഹിത്യപരമായിട്ട് ഈ ഗീതത്തിന് കുറേ പ്രത്യേകതകളുണ്ട്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. എന്താ? അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ.